സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതായത് നമ്മുടെ വീട്ടമ്മ പെൻഷൻ 3 ഗഡുക്കൾ 3000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് നവംബറിലാണ് ഈ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പറ്റിയിട്ടുള്ള ഒരു പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മാസത്തെ കൂടി കണക്കാക്കി നവംബർ, ഡിസംബർ, ജാനുവരി അങ്ങനെ ഈ ഒരു 3 മാസത്തെ എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഇതുവരെയും ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളും കാര്യങ്ങളും കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരം അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സർവീസ് സെൻറ്റർ മുഖാന്തരം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കാം. വെറും 40 രൂപ മാത്രമായിരിക്കും ഈ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നാവുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപേക്ഷ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ആധാറാണ്. ആധാർ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഫോൺ നമ്പറിലോട്ട് OTP വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആധാറിൽ പുതിയ ഫോൺ നമ്പർ എന്തെങ്കിലും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാറുമായിട്ട് ആ ഒരു പുതിയ കോൺടാക്റ്റ് നമ്പർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു കോൺടാക്റ്റ് നമ്പറിലോട്ട് OTP വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ളൊരു നമ്പർ വേണം നിങ്ങൾ കൊടുക്കേണ്ടത്. അതിലോട്ട് നിങ്ങൾക്ക് OTP വന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുമാത്രമല്ല, ഈ ഒരു പദ്ധതിയിലോട്ട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ വേണം, റേഷൻ കാർഡ് വേണം, ആധാർ വേണം, അതുപോലെ തന്നെ ഏജ് പ്രൂവ് ചെയ്യേണ്ട ഒരു സർട്ടിഫിക്കറ്റ് വേണം. SSLC സർട്ടിഫിക്കറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏജ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത്ര ഏജ് ആയിട്ടുള്ള രീതിയിലൊരു സാക്ഷ്യപത്രം നിങ്ങൾക്ക് വാങ്ങിയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ചില പഞ്ചായത്തുകളിലൊക്കെ, എല്ലാ പഞ്ചായത്തുകളിലും അല്ല, ചില പഞ്ചായത്തുകളിലൊക്കെ ഇതിൻ്റെ നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമല്ലോ. ആ പ്രിൻ്റ് ഔട്ട് ചില പഞ്ചായത്തുകളിലൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വഴിയിട്ട് അപേക്ഷിക്കുന്ന ടൈമിൽ തന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളും കിട്ടുന്നതാണ്. ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് പഞ്ചായത്തിൽ കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ട് അവിടെ അത് അപ്രൂവ് ചെയ്യുന്നതാണ്. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഇത് റിജക്റ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. വേറെ ഒന്നുമല്ല, ഒന്ന് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ, 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും പെൻഷനോ ആനുകൂല്യങ്ങളോ നിങ്ങൾ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റിജക്റ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വേറെ ജോലിയോ അങ്ങനെ എന്തെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചില പഞ്ചായത്തുകളിൽ അവർ ഈ ഒരു ഫോം കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ 3 ഗഡുക്കൾ എമൗണ്ടായ 3000 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ, അതായത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ വേറെ തൊഴിലോ വരുമാനങ്ങളോ ഒന്നുമില്ലാത്ത, വേറെ പെൻഷനോ കാര്യങ്ങളോ ഒന്നും വാങ്ങാത്ത വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സ്കീമിലോട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുക. അപ്പോൾ ഇപ്പോൾ 3000 രൂപ, അതായത് നവംബർ, ഡിസംബർ, ജനുവരി മാസം 3000 രൂപയായിരിക്കും അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടമ്മമാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതുവരെ ഏകദേശം 31 ലക്ഷം വീട്ടമ്മമാരാണ് ഈ ഒരു പദ്ധതിയിലോട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് വളരെയധികം ഉപകാരപ്രദമാകും. അതുമാത്രമല്ല, ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക് യു.